ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്നത് കൺസോളിഡേഷനിലെ വർക്കിംഗ് പ്രാക്ടീസ് ക്വസ്റ്റ്യനിലെ 7th ക്വസ്റ്റ്യനാണ്. ഇവിടെ കിങ് ലിമിറ്റഡ് അക്യൂർ 70% ഓഫ് ഇക്വിറ്റി ഷെയർസ് of Q Limited as on 31st March 2011 at a cost of 140 lakhs. The following information is available from the balance sheet of Q Limited as on 31st March 2011. Property, plant and equipment 240, investment 110, current asset 140, loans and advances 30, 15% debentures 180, current liabilities 100. The following revaluation have been agreed upon, not including the above figures. Property, plant and equipment up by 20%, investment down by 10%. King Limited purchased the shares of Q Limited at 20 per share. Face value ₹10. Calculate the amount of goodwill or capital reserve on acquisition of shares of Q Limited. ഇവിടെ കിങ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 70% കിങ് ലിമിറ്റഡ് ക്യൂ ലിമിറ്റഡിൽ എന്ത് ചെയ്ത് 70% ഷെയർസ് വാങ്ങി. ഓക്കെ, ഈ 70% ഷെയർസ് വാങ്ങിയപ്പോൾ അത് കിങ് ലിമിറ്റഡിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് ഓൺ അക്വിസിഷൻ ഓഫ് ഷെയർസ് ഓഫ് ക്യൂ ലിമിറ്റഡ്. ക്യൂ ലിമിറ്റഡിൻ്റെ ഷെയർസ് വാങ്ങിച്ചപ്പോൾ അയാൾക്കവിടെ ഗുഡ് വില്ലാണ്. ഗുഡ് വിൽ എന്ന് വെച്ചാൽ അവിടെ നഷ്ടമാണ്. ആരും കാണാത്ത ഒരു ലാഭം ആര് കണ്ട്? കിങ് ലിമിറ്റഡ് കണ്ട്. അതാണ് ഗുഡ് വിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, ഇവിടെ ഈ ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് നമ്മൾ കൺസോളിഡേഷൻ കാണുന്ന വർക്കിംഗ് നോട്ടാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ. കോസ്റ്റ് ഓഫ് കൺട്രോൾ കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ഗുഡ് വില്ലാണ് ക്യാപിറ്റൽ റിസർവ് ആണെന്ന് അറിയാം. അങ്ങനെ കോസ്റ്റ് ഓഫ് കൺട്രോൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് രണ്ട് വർക്കിംഗ് നോട്ട്സ് ഉണ്ട്. ഒന്ന് ഹോൾഡിംഗ് കമ്പനി ഷെയർ ഇൻ നെറ്റ് അസറ്റ്സും. നെറ്റ് അസറ്റ്സിൽ എത്ര ഷെയറാണ് ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യുന്നതെന്ന് അറിയണം. ദെൻ കിങ് ലിമിറ്റഡ് എത്ര രൂപയ്ക്കാണ് ക്യൂ ലിമിറ്റഡിന് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറയണം. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 140 lakhs. ഓക്കെ, നമുക്ക് വർക്കിംഗ് നോട്ടിലേക്ക് നോക്കാം. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് ഓൺ അക്വിസിഷൻ ഓഫ് ഷെയർസ് ഓഫ് ക്യൂ ലിമിറ്റഡ്. ഇതാണ് ഹെഡിങ് കൊടുക്കുക. ദെൻ കോസ്റ്റ് ഓഫ് കൺട്രോൾ കാണാൻ പോവാണ്. ഹോൾഡിംഗ് കമ്പനി ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ് വർക്കിംഗ് നോട്ട് 1, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വർക്കിംഗ് നോട്ട് 2. ഫസ്റ്റ് നമുക്ക് വർക്കിംഗ് നോട്ട് 1 ചെയ്യാം. നമുക്കിവിടെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ് 240. നമ്മൾ നെറ്റ് അസറ്റ്സ് കാണുന്നത് എങ്ങനെയാണ്? നെറ്റ് അസറ്റ്സ് കാണുന്നത് ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ്. ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. സോ ഇവിടെ ടോട്ടൽ അസറ്റ്സ് PP ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ട്. ദെൻ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ റിവാലുവേഷൻസ് ഹാവ് ബീൻ എഗ്രീഡ് അപ്പോൺ ബട്ട് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി അബോവ് ഫിഗേഴ്സ്. ഓക്കെ, ദെൻ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ് 20% അപ്പായി, മുകളിലേക്ക് അധികമായി. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൗൺ ബൈ 10%. ഇൻവെസ്റ്റ്മെൻറ്റ് 10% കുറഞ്ഞു. സോ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ് അപ്പം 240 പ്ലസ് എന്ത് ചെയ്യണം? 240 പ്ലസ് 20% ആഡ് ചെയ്യണം. അതാണ് റീവാല്യൂഡ് ഫിഗർ. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് 110 നിന്ന് 10 കുറയ്ക്കുകയാണ്. 110 മൈനസ് 10% കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് കുറയ്ക്കണം. ദെൻ ബാലൻസ് എല്ലാം സ്റ്റേബിൾ ആയിരിക്കും, സെയിം തന്നെയായിരിക്കും, വ്യത്യാസം ഉണ്ടാകത്തില്ല. ഓക്കെ, സോ നെറ്റ് അസറ്റ്സ് കണ്ടുപിടിക്കാൻ പോകും നമ്മൾ. ഞാൻ പറഞ്ഞ മാതിരി പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ് 240 പ്ലസ് 20% 288 കിട്ടി. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് 110 മൈനസ് 10% 99. കറണ്ട് അസറ്റ്സ് 140, ലോൺസ് ആൻഡ് അഡ്വാൻസസ് 30. സോ ടോട്ടൽ അസറ്റ്സ് നമുക്ക് എത്ര കിട്ടി? 557. ദെൻ അതിനോട് ടോട്ടൽ അസറ്റ്സിനോട് എന്ത് നമ്മൾ ചെയ്യണം? ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഡിഡക്ട് ചെയ്യണം. 15% ഡിബെഞ്ചേഴ്സ് 180, കറണ്ട് ലയബിലിറ്റീസ് 100. സോ നെറ്റ് അസറ്റ്സ് നമുക്ക് എത്ര കിട്ടി? 277 കിട്ടി. ദെൻ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ്. ഈ 270 എന്ന് പറയുന്നത് 70% ഹോൾഡിംഗ് കമ്പനിക്കും 30% ആർക്കും വരുന്നുണ്ട്? മൈനോറിറ്റി ഇൻട്രസ്റ്റിനും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ മാത്രം കണ്ടാൽ മതി. ഹോൾഡിംഗ് കമ്പനി കിങ് ലിമിറ്റഡ്, ക്യൂ ലിമിറ്റഡ് 70% മാത്രം ഹോൾഡ് ചെയ്യുന്നു. സോ ഈ 70% മാത്രമാണ് ഹോൾഡിംഗ് കമ്പനിക്ക് വരുന്നത്. സോ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഇൻ നെറ്റ് അസറ്റ് 277 ഇൻറ്റു 70% 193.9 lakhs. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ റുപ്പീസ് ഇൻ ലാക്സ് ഇവിടെ മറന്നു പോയത്. കാരണം ഇതിനവർ മാർക്ക് എടുക്കും. ഇത് നമ്മൾ ഇപ്പോൾ നമ്മളിതിന് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു 5 മാർക്ക് അലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. ബട്ട് അവർ 1 മാർക്ക് എന്തിനു കുറയ്ക്കും? ഈ റുപ്പീസ് ഇൻ ലാക്സിലാണ് എഴുതിയിട്ടുണ്ടാവില്ല. സോ അതിനവർ 1 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. നമുക്ക് എത്ര കിട്ടുള്ളൂ? 4 മാർക്സ് കിട്ടത്തുള്ളൂ. അങ്ങനെയും വരാം. ഓക്കെ, അത് മാർക്ക് ചെയ്ത് റുപ്പീസ് ഇൻ ലാക്സ് കമ്പൽസറി ആയിട്ട് എഴുതണം. ദെൻ ഇങ്ങനെ ഹെഡിങ്ങും കൊടുക്കണം.
ദെൻ വർക്കിംഗ് നോട്ട് ടു കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 140 ആണ്. ഇവിടെ ഞാൻ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് എന്ന് എഴുതിയേക്കുന്നത്. ചില ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ആ ടൈമിൽ നമ്മൾ മറന്നു പോകരുത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയാണ് ഇവിടെ ഞാൻ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് എഴുതിയിട്ടുണ്ട്. അതിനില്ലാണ്. സോ ആൻസർ ഈസ് 140. ദെൻ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഇൻ നെറ്റ് അസറ്റ് 193.9 lakhs, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 140 ആണ്. ഇതിവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കണ്ടുപിടിക്കണം. 193.9 വാല്യൂ ഉള്ള നെറ്റ് അസറ്റ്സ് നമ്മൾ 140 lakhsന് വാങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? അവിടെ പ്രോഫിറ്റാണ്. കമ്പനീസിലെ പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എങ്ങോട്ടാണ് പോണത്? ക്യാപിറ്റൽ റിസർവിലാണ്. സോ ക്യാപിറ്റൽ റിസർവ് ആസ് പെർ AS 21. സോ അതേ ടൈമിൽ 193.9 വാല്യൂള്ള നെറ്റ് അസറ്റ്സ് 200 കോസ്റ്റ് കൊടുത്താൽ വാങ്ങിയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വന്നാണ്? ഗുഡ് വില്ല് വന്നാണ്. കാരണം ആരും കാണാത്ത ഒരു ലാഭം ആര് കാണുന്നുണ്ട്? കിങ് ലിമിറ്റഡ് കാണുന്നുണ്ട്. അതാണ് ഗുഡ് വില്ല് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്, ഇവിടെ എന്തല്ല ഗുഡ് വില്ലല്ല, മറിച്ച് എന്താണ്? ക്യാപിറ്റൽ റിസർവ് ആണ്. ഇവിടെ ക്യാപിറ്റൽ റിസർവ് ആസ് പെർ AS 21 എഴുതണം. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. ഓക്കെ, ബൈ.